ഓം ശാന്തി. 6/3/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങളുടെ ഇപ്പോൾ വാനപ്രസ്ഥ അവസ്ഥയാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് ശബ്ദത്തിനുപരി വീട്ടിലേക്ക് പോകണം. ഇതിനാൽ ഓർമ്മയിലിരുന്ന് പവിത്രമാകൂ. നമ്മൾ ആത്മാക്കളുടെ എല്ലാം വാനപ്രസ്ഥ അവസ്ഥയാണ്. വാനപ്രസ്ഥ അവസ്ഥ എന്നാൽ നമ്മളുടെ വീട്ടിലും കുടുംബത്തിലും തന്നെയാണ് നാം നിൽക്കേണ്ടത്. എല്ലാ ഉത്തരവാദിത്വവും നിറവേറ്റണം. എല്ലാവരുമായി നല്ല ബന്ധവും വയ്ക്കണം. എന്നാൽ എല്ലാത്തിൽ നിന്നും ഉപരിയായി ഉപരാമമായി നിൽക്കണം. കാരണം നമ്മൾക്കിപ്പോൾ തിരിച്ചു വീട്ടിലേക്ക് പോകാൻ സമയമായി. അതിനാൽ ശബ്ദത്തിനുപരിയായി പോകുകയും വേണം. എത്രത്തോളം ഓർമ്മയിലിരിക്കുന്നുവോ അത്രയും നാം പവിത്രമാകുന്നു. എത്ര പവിത്രമാകുന്നുവോ അത്രയും നമ്മൾക്ക് വീട്ടിലേക്ക് പോകാൻ സാധിക്കും. ചോദ്യം: ഉയർന്ന ലക്ഷ്യത്തിലെത്തുന്നതിന് ഏത് കാര്യത്തെ തീർച്ചയായും സൂക്ഷിക്കണം? ഉത്തരം: കണ്ണുകളെ നന്നായി സൂക്ഷിക്കണം. ഇത് വളരെ ചതിക്കുന്നതാണ്. ക്രിമിനൽ കണ്ണുകൾ വളരെ നഷ്ടം വരുത്തുന്നു. ഇതിനാൽ എത്ര സാധിക്കുമോ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. സാഹോദര്യ ദൃഷ്ടിയുടെ പരിശീലനം നടത്തൂ. അതിരാവിലെ എഴുന്നേറ്റ് ഏകാന്തതയിലിരുന്ന് സ്വയം തന്നോട് തന്നെ സംസാരിക്കൂ. ഭഗവാന്റെ നിർദ്ദേശമാണ്: മധുരമായ കുട്ടികളെ, കാമം മഹാശത്രുവിൽ നിന്ന് വളരെ സൂക്ഷിക്കണം. നമ്മുടെ ലക്ഷ്യം എന്നത് കർമാതീത അവസ്ഥയാണ്. സത്യയുഗത്തിലെ പൂർണ്ണ സമ്പത്ത് എടുക്കുക എന്നതാണ്. ഇത് ഏറ്റവും ഉയർന്ന ലക്ഷ്യമാണ്. ഈ ലക്ഷ്യത്തിലെത്തുന്നതിന് ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടത് കർമ്മേന്ദ്രിയങ്ങളെയാണ്. അവയിലും കണ്ണുകളെയാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. കാരണം ഏറ്റവും ചതിക്കുന്നതും കണ്ണുകൾ തന്നെയാണ്. ക്രിമിനൽ കണ്ണുകളെ വളരെ സൂക്ഷിക്കണം. ക്രിമിനൽ കണ്ണുകൾ എന്നാൽ ശരീരബോധത്തിനനുസരിച്ച് ഉള്ള കാഴ്ചപ്പാടിനെയാണ് ക്രിമിനൽ കണ്ണുകൾ എന്ന് പറയുന്നത്. അതിനാൽ ബാബ പറയുന്നു, എത്രത്തോളം സാധിക്കുമോ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ബാബയുടെ ഓർമ്മയിലൂടെ നമ്മൾ ആത്മാവ് ശുദ്ധമാകുന്നു. അതിനനുസരിച്ച് കർമ്മേന്ദ്രിയങ്ങളെയും നിയന്ത്രണത്തിൽ നിർത്താൻ സാധിക്കുന്നു. നമ്മൾ ആത്മാക്കൾ സഹോദരങ്ങളാണ്. ഞാൻ സഹോദരാത്മാവിനെ കാണുകയാണ്. സഹോദരാത്മാവിന് ജ്ഞാനം പകർന്നു കൊടുക്കുകയാണ്. എല്ലാ ആത്മാക്കളും സഹോദരങ്ങളാണ് എന്നത് പരിശീലിക്കണം. എല്ലാ ദിവസവും അതിരാവിലെ ഏകാന്തതയിലിരുന്ന് സ്വയം തന്നോട് തന്നെ സംസാരിക്കണം. സ്വയം നാം നമ്മെ തന്നെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. നാം ആത്മാവാണ്. ബാബ നമ്മുടെ അച്ഛനാണ്. ലോകത്തിലുള്ള ആത്മാക്കളെല്ലാം എൻ്റെ പരിവാരമാണ്, അല്ലെങ്കിൽ സഹോദരങ്ങളാണ് എന്ന്. ബാബ നമ്മൾക്ക് ആജ്ഞ തന്നിരിക്കുകയാണ്. കാമം മഹാശത്രുവാണ്. ഈ കാമത്തെ വളരെ സൂക്ഷിക്കണം. നാം അല്പമെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും വീഴ്ചയിൽ തന്നെ അത് കലശിക്കും. അതിനാൽ ഒരിക്കലും വികാരങ്ങളുമായി ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ബാബയെ ഓർമ്മിക്കുക, ആത്മാവാണെന്ന് മനസ്സിലാക്കുക. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഭഗവാൻ പവിത്രമാകുന്നതിനുള്ള ആജ്ഞ തന്നിരിക്കുകയാണ്. ആ ആജ്ഞയെ ഒരിക്കലും അവജ്ഞ ചെയ്യരുത്. വളരെ വളരെ സൂക്ഷിച്ച് നിൽക്കണം. ബാപ്ദാദ 2 പേരുടെയും പാലനയുടെ റിട്ടേണായി പവിത്രമായി കാട്ടണം. 2. ഡ്രാമയുടെ ഭാവി ഇളകാത്തതാണ്. അതറിഞ്ഞുകൊണ്ട് സദാ നിശ്ചിന്തമായിരിക്കണം. വിനാശത്തിനു മുന്നേ എല്ലാവർക്കും ബാബയുടെ സന്ദേശം എത്തിക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബാബ നമ്മൾക്ക് പവിത്രമാകണം എന്ന ആജ്ഞ തന്നിരിക്കുകയാണ്.
ഈ ആജ്ഞയെ ശിരസ വഹിച്ചു മുന്നോട്ടു പോകണം. ഒരിക്കലും അവജ്ഞ കാട്ടരുത്. വളരെ വളരെ സൂക്ഷിച്ച് മുന്നോട്ടു പോകണം. അല്പം പോലും ഇടറിപ്പോകരുത്. ബാബയും ദാദയും ബ്രഹ്മബാബയും ശിവ് ബാബയും നമ്മൾക്ക് ധാരാളം പാലന തന്നിട്ടുണ്ട്. അതിൻ്റെ റിട്ടേണായി നാം പവിത്രമായി കാട്ടണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, എന്താണോ സംഭവിക്കാനുള്ളത് അത് തീർച്ചയായും സംഭവിക്കുക തന്നെ ചെയ്യും. അതിലൊരു മാറ്റവും വരില്ല. അങ്ങനെയെങ്കിൽ അവയെക്കുറിച്ച് ഓർത്ത് മനസ്സ് വിഷമിക്കരുത്. നിശ്ചിന്തമായി ഇരിക്കണം. വിനാശത്തിന് മുന്നേ തന്നെ ബാബയുടെ സന്ദേശം ലോകത്തിലുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. വരദാനം: ജ്ഞാനാമൃതത്തിനായി ദാഹിച്ച ആത്മാക്കളുടെ ദാഹം മാറ്റി തൃപ്തരാക്കുന്ന മഹാൻ പുണ്യാത്മാവായി ഭവിക്കട്ടെ. ഏതെങ്കിലും ദാഹിച്ചു വലഞ്ഞ ആൾക്ക് ദാഹം മാറ്റിക്കൊടുക്കുക എന്നത് മഹാനായ പുണ്യമാണ്. ഏതുപോലെ വെള്ളമില്ല എങ്കിൽ ദാഹം കൊണ്ട് പിടയുന്നു, ഇതുപോലെ ജ്ഞാനാമൃതം ലഭിക്കുന്നില്ല എങ്കിൽ ആത്മാക്കളും ദുഃഖ അശാന്തിയിൽ പിടഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് ജ്ഞാനാമൃതം നൽകി അവരുടെ ദാഹം മാറ്റുന്നവരാകൂ. ഏതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് സമയം ഉണ്ടാക്കുന്നു, കാരണം അത്യാവശ്യമാണ്. ഇതുപോലെ പുണ്യകർമ്മം ചെയ്യുന്നതും അത്യാവശ്യമാണ്. ഇതിനാൽ ഈ ചാൻസ് എടുക്കണം, സമയം ഉണ്ടാക്കണം. അപ്പോഴാണ് മഹാൻ പുണ്യാത്മ എന്ന് പറയുന്നത്. ഏതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് സമയം കണ്ടെത്തുന്നു, അതുപോലെ തന്നെ മുഖ്യമാണ് മറ്റുള്ളവർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുക എന്നതും. ദാഹിച്ചു വലഞ്ഞ ഒരു വ്യക്തിക്ക് വെള്ളം കൊടുക്കുന്നത് മഹാൻ പുണ്യമെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ ആത്മാക്കൾ ജ്ഞാനാമൃതമില്ലാതെ ദാഹിച്ച് വലഞ്ഞ് ദുഃഖത്തിലും അശാന്തിയിലും കഴിയുകയാണ്. അവർക്ക് തീർച്ചയായും ജ്ഞാനാമൃതം കൊടുക്കുക തന്നെ വേണം. ഇതിന് എത്ര തന്നെ തിരക്കുണ്ടെങ്കിലും സമയം കണ്ടെത്തുക തന്നെ വേണം. ഇങ്ങനെ ചെയ്യുന്നവരെയാണ് മഹാൻ പുണ്യാത്മ എന്ന് പറയുന്നത്. സ്ലോഗൻ: കഴിഞ്ഞതിന് ബിന്ദുവിട്ട് ധൈര്യത്തോടെ മുന്നേറൂ, എങ്കിൽ ബാബയുടെ സഹായം ലഭിച്ചുകൊണ്ടിരിക്കും. എന്താണോ കഴിഞ്ഞു പോയത് അതിന് പൂർണ്ണ വിരാമം ഇടണം. പൂർണ്ണ വിരാമം എന്നാൽ ആ സംഭവത്തിൽ നിന്ന് നമ്മളുടെ മേൽ എന്ത് പ്രഭാവം വന്നുവോ ആ പ്രഭാവത്തിനും പൂർണ്ണ വിരാമം വേണം. എന്നാൽ മാത്രമേ ധൈര്യത്തോടെ മുന്നേറാൻ സാധിക്കുള്ളൂ. ധൈര്യമുണ്ടെങ്കിൽ ബാബയുടെ സഹായം തീർച്ചയായും ഉണ്ട്. ഇതിലൂടെ മുന്നേറാൻ സാധിക്കും. ഓം ശാന്തി.